യോഗം വിളിച്ച് ഇന്ത്യ സഖ്യം. അവസാനഘട്ട തെരഞ്ഞെടുപ്പ് ദിവസമായ ജൂൺ 1 ദില്ലിയിലാണ് യോഗം. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ്, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് തുടങ്ങിയവർക്ക് ക്ഷണമുണ്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സ്വാതി, അടുത്ത ഘട്ട അവസാനഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ വല്ലാത്ത പരിങ്ങലിലാണ് മോദിയും BJP സഖ്യവും. അതേസമയം ഏറെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഇന്ത്യ സഖ്യത്തിനെന്നുള്ള വാർത്തകളാണ് രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. എന്താണ് 1-ാം തീയതിയിലെ യോഗത്തിൻ്റെ അജണ്ട എന്നതിനെ സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? മറ്റാരൊക്കെയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക? സൂചിപ്പിച്ച പോലെ തന്നെ അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജൂൺ 1 ദില്ലിയിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ആ ദിവസം മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ കാലാവധി കൂടി പൂർത്തിയായി. തിരിച്ചു മടങ്ങേണ്ട ദിവസത്തിന്റെ തലേ ദിവസമാണ്, അതായത് ജൂൺ 2 കെജ്രിവാളിന് മടങ്ങേണ്ടത്. അതിന്റെ തലേ ദിവസമാണ് ഇപ്പോൾ യോഗം വിളിച്ചിട്ടുള്ളത്. യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പങ്കെടുക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും ഈ യോഗത്തിന്റെ അജണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം, ഇന്ത്യ മുന്നണിയുടെ പ്രകടനം വിലയിരുത്തുന്നതോടൊപ്പം തന്നെ ഫലം പുറത്തു വരുമ്പോൾ അത് പിന്നീട് സ്വീകരിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ആയിരിക്കും യോഗത്തിൽ ചർച്ചയാവുക. എം കെ സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ബാക്കിയുള്ള നേതാക്കൾ, അതായത് ഉന്നത നേതാക്കളൊക്കെ തന്നെയും യോഗത്തിന്റെ ഭാഗമായി തന്നെ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ 6-ാം ഘട്ടം പൂർത്തിയാക്കുമ്പോൾ പോലും BJPക്ക് തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം, പോളിംഗ് ശതമാനത്തിന്റെ കുറവും ഒക്കെ തന്നെ ആശങ്കയായി BJP കേന്ദ്രങ്ങൾ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന്റെ 6-ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ NDA താഴെ ഇറക്കി അധികാരം പിടിക്കണം വലിയ ആത്മവിശ്വാസം ഇന്ത്യ മുന്നണി നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ജൂൺ 4 തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ മോദി സർക്കാരിന് 3-ാം തവണ അധികാരത്തിൽ കയറാൻ കഴിയില്ല എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ത്യ മുന്നണി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി നടത്തിയ പ്രചാരണങ്ങളുടെയൊക്കെ വിലയിരുത്തലും ഈ യോഗത്തിൽ തീർച്ചയായും ചർച്ച ചെയ്യുക. ശരി, സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. യോഗം വിളിച്ച് ഇന്ത്യ മുന്നണി സഖ്യം. ജൂൺ 1 യോഗം.